SSLC പരീക്ഷയ്ക്ക് മുൻ വർഷങ്ങളിൽ ചോദിച്ച 4 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം: ഒരു നേരം ഭക്ഷണം കഴിക്കാനില്ലെങ്കിലും പരസ്പര സ്നേഹത്താൽ ഇല്ലായ്മകളെ അതിജീവിച്ചവരാണ് പ്ലാവിലക്കഞ്ഞിയിലെ കഥാപാത്രങ്ങൾ. പാഠഭാഗത്തിലെ മറ്റ് സന്ദർഭങ്ങൾ കൂടി പരിഗണിച്ച് പ്രസ്താവന വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക. ഇത് 2024 നടന്ന SSLC പരീക്ഷയിലെ ചോദ്യമാണ്. ഉത്തരം: പുഷ്പവേലിൽ ഔസേപ്പിന്റെ പ്രധാന ജോലിക്കാരനാണ് കോരൻ. അന്തിയാകുവോളം പണിയെടുത്ത് കിട്ടിയ ചക്രവും മടിയിലിട്ട് പാതിരാത്രി വരെ കോരൻ അരി അന്വേഷിച്ച് നടക്കുന്നു. ചിരുത അന്ന് കഞ്ഞിവെള്ളം പോലും കുടിച്ചിട്ടില്ല. പാതിരാത്രിക്ക് ശേഷം കുറച്ച് അരിയും കപ്പയുമായി കോരൻ വീട്ടിലെത്തി. ഭക്ഷണം പാകമാക്കി ചിരുത ഒരു ചട്ടിയിൽ വിളമ്പി. ചിരുത വയർ നിറയെ കഴിക്കട്ടെ എന്ന് കരുതി കോരൻ വയറ്റിൽ സുഖമില്ലെന്ന് പറഞ്ഞ് കഴിക്കാതെ ഒഴിഞ്ഞു മാറുന്നു. എന്നാൽ താനും കുടിക്കില്ല എന്നായി ചിരുത. ഒരു ചട്ടിയുടെ ഇരുവശവുമായി ഭാര്യയും ഭർത്താവും ഇരുന്നു. അതിൽ നിന്ന് ഒരു പങ്ക് കോരന് പിറ്റേന്നത്തേക്ക് കഴിക്കാൻ അവൾ മാറ്റിവെക്കുകയും ചെയ്യുന്നു. ചിരുതയെ കരുതലോടെ ഊട്ടാൻ ശ്രമിക്കുകയാണ് കോരൻ. കോരനെ സ്നേഹപൂർവ്വം പരിഗണിക്കുകയാണ് ചിരുത. ദാരിദ്ര്യത്തിലും ഊഷ്മളമായ സ്നേഹബന്ധം നിലനിർത്തുകയാണ് കോരനും ചിരുതയും. അടുത്ത ചോദ്യം: കുന്നിൻപുറത്തുള്ള തെങ്ങിൽ തേങ്ങ വരണ്ടിരിക്കുന്നു. കന്നിനെല്ലിന് വേലി കെട്ടാൻ സമയമായി. വരമ്പിലേക്ക് ചാഞ്ഞുകിടക്കുന്ന കതിരിൽ ചവിട്ടി അതാ ആരോ നടന്നു പോകുന്നു. ഓരോ വിളിയും കാത്ത്. അച്ഛന് കൃഷിയോടും പ്രകൃതിയോടുമുള്ള അടുപ്പം കഥാസന്ദർഭത്തിൽ പ്രതിഫലിപ്പിക്കുന്നത് എങ്ങനെ? വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഇത് 2021 നടന്ന SSLC പരീക്ഷയിലെ ചോദ്യമാണ്. ഉത്തരം: കന്നിപ്പാടത്തെ വെയിലിന്റെ വേലിയേറ്റങ്ങളും കമുകിൻ തോട്ടത്തിലൂടെ രാത്രികാലത്ത് പറന്നുപോകുന്ന വാവലുകളുടെ ചിറകടിയൊച്ചയും കിടന്നുകൊണ്ടുതന്നെ അച്ഛൻ അറിയുമായിരുന്നു. കവുങ്ങിൽ അടയ്ക്ക പഴുത്തതും തെങ്ങിൽ തേങ്ങ വരണ്ട് കിടക്കുന്നതും കന്നിനെല്ലിനെ വേലി കെട്ടാൻ സമയമായതും വരമ്പിലേക്ക് ചാഞ്ഞുകിടന്ന കതിരിൽ ചവിട്ടി ആരോ നടന്നു പോകുന്നതും മുറിയിൽ കിടന്ന് അച്ഛൻ അറിഞ്ഞു. അതൊക്കെ പൊരുളില്ലാത്ത സംസാരമായി കേൾക്കുന്നവർ കരുതി. പക്ഷെ ചെന്നു നോക്കുമ്പോൾ അതൊക്കെ ശരിയായിരുന്നു എന്ന് മനസ്സിലാകും. ഉണ്ടായിരുന്ന ആത്മബന്ധം കൊണ്ടാണ് ഇത് സാധ്യമാവുന്നത്. ദീർഘകാലം മണ്ണിനോടും കൃഷിയോടും അടുത്തിടപഴകിയ ഒരാൾക്ക് മാത്രമേ വാർദ്ധക്യത്തിന്റെ അവസ്ഥകളിലും ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. പ്രകൃതിയോടും കൃഷിയോടുമുള്ള അച്ഛന്റെ അടുപ്പമാണ് കഥാസന്ദർഭത്തിൽ വ്യക്തമാകുന്നത്. അടുത്ത ചോദ്യം: ആശുപത്രി പരിസരത്തും വിദ്യാലയമുറ്റത്തും അമ്മയെ ഉപേക്ഷിക്കാൻ മകന് സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? അമ്മത്തൊട്ടിൽ എന്ന കവിത വിശകലനം ചെയ്ത് കുറിപ്പെഴുതുക. ഇത് 2017 നടന്ന SSLC പരീക്ഷയിലെ ചോദ്യമാണ്. ഉത്തരം: ആശുപത്രി പരിസരത്ത് അമ്മയെ ഉപേക്ഷിക്കാൻ തുനിഞ്ഞ മകന്റെ മനസ്സിൽ ചില ഓർമ്മകൾ കടന്നുവരുന്നു. കുട്ടിക്കാലത്ത് പനി കൂടിയതും ആശുപത്രിയുടെ പടികൾ ഓരോന്നും അമ്മ മകനെയും എടുത്ത് കിതച്ചുകൊണ്ട് ഓടിയതും ഓർത്തപ്പോൾ അന്നത്തെ കുത്തിവയ്പ്പിന്റെ നീറ്റൽ പോലെ എന്തോ ഒന്ന് അയാളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നു. അതോടെ ആശുപത്രി പരിസരത്ത് അമ്മയെ ഉപേക്ഷിക്കാതെ വിദ്യാലയത്തിന് സമീപമെത്തി. അപ്പോൾ സ്കൂളിൽ പോയപ്പോൾ കരഞ്ഞതും വാശി പിടിച്ചതും ഉച്ചവരെ അമ്മ മതിലിന്റെ പുറത്ത് കാവൽ നിന്നതും എല്ലാം അയാളുടെ ഓർമ്മയിലെത്തുന്നു. അമ്മയുടെ സ്നേഹവും വാത്സല്യവും മകനിൽ കുറ്റബോധം നിറയ്ക്കുകയാണ്. ചെയ്യുന്നത് തെറ്റാണെന്ന ബോധ്യം വരികയാണ്. മകനെ അമ്മയെ ഉപേക്ഷിക്കാൻ കഴിയാതിരുന്നതിന് കാരണം ഇതാണ്. അടുത്ത ചോദ്യം: കൊച്ചു ചക്കരച്ചി വീഴില്ല, വീണാലും അവൾ ആപത്ത് വരുത്തുകയില്ല. കൊച്ചു ചക്കരച്ചി. അമ്മയുടെ ഈ വാക്കുകളിൽ പ്രകടമാകുന്നത് എന്ത്? നിങ്ങളുടെ നിരീക്ഷണങ്ങൾ എഴുതുക. ഇത് 2021 നടന്ന SSLC പരീക്ഷയിലെ ചോദ്യമാണ്. ഉത്തരം: കൊച്ചു ചക്കരച്ചിയുടെ തടിക്ക് കേടുവന്ന് വീഴുമെന്ന അവസ്ഥ വന്നപ്പോൾ അത് മുറിച്ചു മാറ്റാൻ ലേഖകൻ നിർബന്ധം പിടിച്ചു. എന്നാൽ അമ്മ അതിനു സമ്മതിച്ചില്ല. കൊച്ചു ചക്കരച്ചി വീഴില്ല, വീണാലും അവൾ ആപത്തു വരുത്തില്ല എന്നായിരുന്നു അമ്മയുടെ വിശ്വാസം. പിന്നെയും 10 കൊല്ലം കൊച്ചു ചക്കരച്ചി തല ഉയർത്തി പിടിച്ചു നിന്നു. ഒരു വൃശ്ചികം ധനുമാസത്തിൽ പെട്ടെന്നുണ്ടായ കാറ്റിലും മഴയിലും മാവ് നിലംപൊത്തി. ആ വീഴ്ചയിൽ തറവാട്ടു വീടിന് യാതൊരു കേടും പറ്റിയില്ല. വീടിന്റെ മതിൽ അല്പം പൊളിഞ്ഞു. ഒരു തൈമാവിന്റെ ശിഖരം ഒടിഞ്ഞു. കുളത്തിനരികിലെ പുളിമരത്തിന്റെ ചെറിയ കമ്പുകൾ ഒടിഞ്ഞു. അത്രമാത്രം. എത്ര വിദഗ്ധനായ വെട്ടുകാരനും ഇത്ര നിരുപദ്രവകരമായി ആ മാവിനെ വീഴ്ത്താൻ കഴിയുമായിരുന്നില്ല. അങ്ങനെ കൊച്ചു ചക്കരച്ചി അപകടമൊന്നും വരുത്തില്ല എന്ന അമ്മയുടെ വിശ്വാസത്തിന് കോട്ടം സംഭവിച്ചില്ല. അടുത്ത ചോദ്യം: ഏതുമുറങ്ങാതെമ്പാടും വയലേലകൾ തോറും നടുവിൽ പൊൽക്കിഴിയെരിയും വെള്ളിത്താലമെടുത്തു നിരന്നു ലസിപ്പു നെയ്യാമ്പലുകൾ. വാങ്മയ ചിത്രങ്ങളാൽ സമ്പന്നമാണ് വൈലോപ്പിള്ളി കവിതകൾ. ഓണമുറ്റത്ത് എന്ന കവിത വിശകലനം ചെയ്ത് പ്രസ്താവന വിലയിരുത്തുക. 2018 നടന്ന SSLC പരീക്ഷയിലെ ചോദ്യമാണ്. ഉത്തരം: ഓണത്തെ വരവേൽക്കാൻ പൂത്തുനിൽക്കുന്ന തുമ്പകൾ, വിളക്ക് കൊളുത്താൻ തിരികൾ തെറുത്ത് കാത്തിരിക്കുന്നത് പോലെ ഓണക്കാലം എത്തുമ്പോൾ പൂക്കാൻ അക്ഷമയോടെ കാത്തിരിക്കുന്ന മുക്കുറ്റികൾ, വെള്ളിത്താലത്തിൽ വിളക്ക് കത്തിച്ചു വെച്ചതുപോലെ ഓണക്കാലം എത്തുന്നതും കാത്ത് ഉറങ്ങാതെ വയലേലകൾ തോറും നിരന്നു നിൽക്കുന്ന നെയ്യാമ്പലുകൾ, കമുകിൻ പൂവരി വിതറിയതുപോലെ നിലാവു വീണ വഴിയെയുള്ള ഓണത്തപ്പന്റെ എഴുന്നള്ളത്ത്, ഉദയസൂര്യനാകുന്ന ചങ്ങല വിളക്കിന്റെ നാളം അല്പമുയർത്തി അതിഥിയെ സ്വീകരിക്കാൻ ഓണക്കോടിയെടുത്ത് ഒരുങ്ങിയെത്തിയ പ്രഭാത കന്യക. ഇങ്ങനെ ഓണമുറ്റത്ത് എന്ന കവിതയിൽ കവി വാക്കുകൾ കൊണ്ട് വരച്ച ഒട്ടേറെ ചിത്രങ്ങളുണ്ട്.
അടുത്ത ചോദ്യം, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന ശ്രീനാരായണ ഗുരു സന്ദേശം എക്കാലത്തും ഏതു രാജ്യത്തും വിലപ്പോകുന്നതും ഏതു സമുദായത്തിന്റെയും സാംസ്കാരിക വികസനത്തിന് അത്യന്തം ഉപകരിക്കുന്നതുമായ ഒരു വിശിഷ്ട ആശയമാണ് ശ്രീനാരായണ ഗുരു. സമകാലിക സംഭവങ്ങളെ മുൻനിർത്തി കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ ഈ അഭിപ്രായത്തോട് പ്രതികരിച്ച് കുറിപ്പ് തയ്യാറാക്കുക. ഇത് 2024 നടന്ന SSLC പരീക്ഷയിലെ ചോദ്യമാണ്. ഉത്തരം, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം മനുഷ്യവർഗത്തെ ഒന്നായി കാണുന്നതാണ്. എക്കാലത്തും ഏതു രാജ്യത്തും വിലപ്പോകുന്നതും ഏതു സമുദായത്തിന്റെയും സാംസ്കാരിക വികസനത്തിന് ഉപകരിക്കുന്നതുമായ വിശിഷ്ട ആശയമാണിത്. ഈ ആശയം പ്രാവർത്തികമാകുന്നതോടെ ഭൂമുഖത്തെ വികൃതമാക്കുന്ന ജാതിമതവർഗ ഭേദങ്ങൾ ഇല്ലാതാവുകയും മനുഷ്യത്വം എന്ന ഉദാത്തമായ ഭാവം ഉയർന്നു വരികയും ചെയ്യും. മനുഷ്യ സൗഹാർദ്ദത്തിൽ അധിഷ്ഠിതമായ ഈ ആശയം സാംസ്കാരിക വികസനത്തിന് അത്യന്തം ഉപകരിക്കുന്ന സന്ദേശമാണ്. മതത്തിന്റെയും രാജ്യത്തിന്റെയും പേരിൽ കലാപം നടക്കുന്ന വർത്തമാനകാലത്ത് എല്ലാവർക്കും സ്വീകാര്യമായ ആശയമാണിത്. അടുത്ത ചോദ്യം, പത്രം അസത്യമാണെന്നറിഞ്ഞുകൊണ്ട് ഒരു കാര്യം പറയുകയും അത് സത്യമായി തീരുമെന്ന വിചാരത്തിൽ ആ കാര്യം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പത്രനീതി. ഈ നിരീക്ഷണം സമകാലിക വാർത്താ മാധ്യമങ്ങളെക്കുറിച്ചും പ്രസക്തമാണോ? വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക. ഇത് 2022 നടന്ന SSLC മോഡൽ പരീക്ഷയിലെ ചോദ്യമാണ്. ഉത്തരം, സമൂഹത്തിന്റെ നാവായി മാറേണ്ട പത്രങ്ങൾ പലപ്പോഴും ആ ധർമ്മം മറന്നുപോകുന്നു. സത്യത്തെ അസത്യമാക്കാനുള്ള ശ്രമവും അസത്യത്തെ സത്യമാക്കാനുള്ള ശ്രമവും പത്രങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. സമൂഹത്തോട് നീതി പുലർത്താതെ സാമൂഹിക പ്രതിബദ്ധതയില്ലാതെ പത്രങ്ങൾ പ്രവർത്തിക്കുകയാണ്. നുണ പലതവണ ആവർത്തിച്ചു പറഞ്ഞ് സത്യമാക്കുകയാണ് പല പത്രങ്ങളും ഇന്ന് ചെയ്യുന്നത്. അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് സത്യാവസ്ഥ വളച്ചൊടിക്കുന്നു. അതുകൊണ്ട് തന്നെ സാമുവൽ ബട്ട്ലറുടെ പ്രതികരണം ഇക്കാലത്തും പ്രസക്തമാണ് എന്ന് കാണാം.